ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ, ഒന്നാം ക്ലാസ് ചേരാൻ ചെല്ലുമ്പോൾ, അന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അലക്സാണ്ടർ പറമ്പിത്രയാണ്. അന്നത്തെ ബി എല്ലാണ് അദ്ദേഹം. അത് അത്തരം കോഴ്സുകൾ പഠിച്ച ആളുകൾ കുറവാണ്. നല്ല ഇംഗ്ലീഷിൽ നല്ല ഉത്പത്തിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് ചേരാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ മാവിൻ്റെ ചുവട്ടിൽ ആ കുട്ടികൾ, ഞാൻ അപ്പൻ്റെ കൂടെ നിൽക്കുകയാണ്. പല കുട്ടികളും കരച്ചിലാണ്, കാരണം അവർ വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് കരച്ചിലൊന്നും ഉണ്ടാകും, കാരണം ഞാൻ അപ്പൻ്റെ കൂടെ ഞായറാഴ്ച പോകുന്നയാളല്ലേ. അപ്പനെ കൈപിടിച്ചെടുത്ത് ഒന്നാം ക്ലാസ്സിലേക്ക് ഞങ്ങളെ പേര് പറഞ്ഞ് സാറ് കയറ്റി. അപ്പോൾ ചിറമേലെ എലിസബത്ത് ടീച്ചറാണ് ഞങ്ങളുടെ അധ്യാപിക. ആ കൊല്ലം ആ സ്കൂളിൽ അധ്യാപികയായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അധ്യാപകം കൂടിയാണ് പറമ്പിത്തറ മാഷ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ അധ്യാപകം കൂടിയാണ് പറമ്പിത്തറ മാഷ്. അപ്പോൾ അതുകൊണ്ട് പറമ്പിത്തറ മാഷുമായിട്ട് എൻ്റെ കുടുംബത്തിന് നല്ല ബന്ധമുണ്ട്. മാത്രമല്ല മാഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്കും പിന്നീട് തിരുക്കൊച്ചി നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനൊക്കെ ശിഷ്യന്മാരെന്ന നിലയിൽ സാറിന് വേണ്ടിയാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അപ്പനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അപ്പോൾ വർക്കിയുടെ മോനാണല്ലേ, എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നന്നായി വാ, നീ വർക്കിയുടെ മോനല്ലേ. അപ്പോൾ അന്ന് ആ കിട്ടിയൊരു അനുഗ്രഹം എനിക്കൊന്ന് ജീവിതകാലത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അന്ന് ഒരു സ്ലേറ്റും പെൻസിലുമാണുള്ളത്. അപ്പോൾ ഒന്നാം ക്ലാസ് ചേരുന്നതിന് മുമ്പ് നിലത്തെഴുത്തിൽ എന്നെ ചേർത്തിരുന്നു. ചൂരക്കുളത്ത് ചാക്കോ സാറ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം സ്കൂളിൽ ഞാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ വരും, മണ്ണിൽ ആണ് എഴുതിക്കുന്നത്, കൈ പിടിച്ച് എഴുതിക്കും. അപ്പോൾ നമ്മൾ തെറ്റിയൊക്കെ പോയി ആ മണ്ണ് കൊണ്ട് തന്നെ പിടിച്ച് ഇത് തുടയിലൊരു പിച്ച് തരും. പക്ഷേ സാറ് സ്നേഹമുള്ള ആളാണ്. അമ്മ കൊടുക്കുന്നത്, സാറിന് ആകെ കൊടുക്കുന്നത് ഒരു മുട്ട ഇട്ടടിച്ച ഒരു ചായ, അതുപോലെ തന്നെ മാസാവസാനമാകുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കും. അത് മാത്രമേ ഒന്ന് കൊടുത്തിരുന്നുള്ളൂ ഫീസായിട്ട്. പക്ഷേ ആ നിലത്തെഴുത്താശാനായ ചാക്കോ സാറിൻ്റെ കൂടെ പഠിച്ചത് കൊണ്ട് ഇനി സ്കൂളിൽ പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഈ എന്നൊക്കെ എഴുതുന്നതും കൂട്ടക്ഷരങ്ങൾ വായിക്കുന്നതും ഒക്കെ അന്ന് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ കണക്കിൻ്റെ കാര്യത്തിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ എലിസബത്ത് ടീച്ചറാണ് ഞങ്ങളുടെ ആദ്യത്തെ അധ്യാപിക. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായി ഞാൻ 2ാം ക്ലാസ്സിലായി, 3ാം ക്ലാസ്സിലായി, 4ാം ക്ലാസ്സിലായി എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ പല കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു പ്രസംഗ മത്സരം, മിമിക്രി, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തു. ഞാൻ 7ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോസഫ് കല്യാണം കഴിച്ച് മേരി വീട്ടിൽ വരുന്നത്. അന്ന് ഞങ്ങളൊക്കെ, ഞാനും പീറ്ററും ഒക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കുളിപ്പിക്കുന്നതും ഞങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് തരുന്നതുമൊക്കെ ഈ ചേട്ടത്തിയമ്മയാണ്. ആ ചേട്ടത്തിയമ്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാലഘട്ടങ്ങൾ മുഴുവൻ, ഞങ്ങളുടെയൊക്കെ കല്യാണം വരെ, ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ ഞങ്ങൾക്കൊരു താങ്ങും തണലുമായിട്ട് ചേട്ടത്തിയമ്മ മേരി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനാണെങ്കിലും ഞങ്ങളോടൊപ്പമായിരുന്നു. ഞങ്ങളെക്കാൾ പ്രായത്തിൽ അല്പം കൂടുതൽ വ്യത്യാസം, ഞങ്ങൾ 14 വയസ്സുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളോട് സ്നേഹവും ഞങ്ങളോട് കരുതലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ സെൻറ്റ് പീറ്റേഴ്സിൽ പഠിക്കുമ്പോഴാണ് പ്രസംഗ മത്സരത്തിലും മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ വാർഷിക ആഘോഷങ്ങൾ വളരെ ആഘോഷമായിട്ട് നടക്കുന്നത് 3-4 ദിവസത്തെ നടക്കുന്ന പരിപാടിയാണ്. അതിലൊരു പരിപാടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് കൊച്ചി മഹാരാജാവ് വന്നതാണ്. അന്നത്തെ പോലെ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലമില്ല, ടാറിട്ട റോഡില്ല. കുമ്പളങ്ങി പെരുമ്പടപ്പ് അവിടെ കടത്താണുള്ളത്, കടത്ത വഞ്ചിയുണ്ട്. അതുപോലെ റോഡ്, ഇന്നത്തെ കുമ്പളങ്ങി എഴുവിൻ്റെ റോഡ് ഇന്നത്തെ പോലെ ടാറിട്ടതല്ല, അന്ന് ചെമ്മണ്ണാണ്. ഒരു കാലഘട്ടത്തിൽ വല്ല പഞ്ചസാരയുടെ മണ്ണുള്ള ചേർത്തല മണ്ണായിരുന്നു. പിന്നീട് ചെമ്മണ്ണിട്ടായി, അതിനുശേഷമാണ് കരിങ്കല്ലിടുകയും പിന്നെ ടാർ ചെയ്യുകയും ചെയ്തത്. അപ്പം മഹാരാജാവ് വരുമ്പോൾ വടക്കേ കടത്ത് ഒരു ചങ്ങാടം കൊണ്ടുവന്നു. ആ ചങ്ങാടത്തിൽ മഹാരാജാവിനെ കയറ്റിയാണ് കാറിന് കുമ്പളങ്ങിയിൽ വരുന്നത്. വടക്കേ കടത്തുകട മുതൽ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ വരെ റോഡിൽ വെള്ള മണ്ണൽ വിരിച്ചിരുന്നു. അന്ന് രാജാവിന് പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ്, ഉലകേന്ദ്ര സാറിനെ പറ്റി, മാത്യു ഉലകേന്ദ്ര സാർ എന്നറിയപ്പെടുന്ന പ്രാസംഗികനാണ്, തേവരാത്തിരി ഹൃദയ കലാലയത്തിലെ മലയാളം അധ്യാപകൻ. അവർക്ക് വേറെ സ്റ്റേജ്.
പറമ്പിത്തറ മാഷ് ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ രണ്ടാം മുണ്ട് അരയിൽ ചുറ്റി ഭവ്യതയോടുകൂടി താഴെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ മഹാരാജാനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. കാരണം രാജാവിൻ്റെ മുമ്പിൽ ഒരാൾ വടിയും പിടിച്ച് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹമാണ് രാജാവ്. അപ്പോൾ വടിക്കാരെന്നാണ് പിന്നീട് അദ്ദേഹത്തെ അറിയപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെയാണ് വണങ്ങിയത്. രാജാവ് കാറിൻ്റെ അകത്ത് ഇങ്ങനെ കൂനി പ്രായമുള്ള ഒരാൾ. പിന്നീടാണ് അദ്ദേഹമാണ് രാജാവ്, നമ്മുടെ കൊച്ചി മഹാരാജാവ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ കുമ്പളങ്ങിയിൽ ആദ്യകാലത്തെ പ്രഗത്ഭരായ ആളുകൾ വന്നിരുന്നു. കൊച്ചി മഹാരാജാവ് വന്നത് അങ്ങനെയാണ്. അതിൽ കുമ്പളങ്ങിയിൽ നിന്ന് പ്രഗത്ഭരായ മറ്റ് ധാരാളം ആളുകളുണ്ടായിരുന്നു. അമേരിക്കയിൽ പഠിച്ച ആളുകളുണ്ട്. തെക്കുംഭാഗത്ത് ചോറിക്കുഞ്ഞേട്ടൻ്റെ മകൻ, മൂത്ത മകൻ, അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി ഡോക്ടറായി, ഡോക്ടർ സേവ്യർ. അദ്ദേഹം അവിടെ വെച്ചാണ് ഒരു ഓസ്ട്രേലിയക്കാരത്തെ കല്യാണം കഴിച്ച് കൊച്ചിയിലേക്ക് വരുന്നത്. അന്ന് ഇന്നത്തെ പോലെ വിമാന സർവീസ് ഇല്ല. മലബാർ ഹോട്ടൽ എന്നുള്ള താജ് ഹോട്ടൽ, അത് പണ്ട് മലബാർ ഹോട്ടലാണ്. അവിടെ കപ്പലെടുക്കും. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർ സേവ്യറും കപ്പലിലാണ് ഓസ്ട്രേലിയക്ക് പോയത്. അദ്ദേഹം ഭാര്യയുമായിട്ട് വന്നതും കപ്പലിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു. അവിടെ നിന്ന് ഓടി വെള്ളത്തിലാണ് കുമ്പളങ്ങി വടക്കേ കടത്തുകടയിൽ വന്നത്. അപ്പോൾ കുമ്പളങ്ങിക്കാർക്ക് ഇത് വലിയ കാഴ്ചയാണ്, റോഡ് സൈഡിലൊക്കെ ആളുകൾ കൂടി. അപ്പോൾ മദാമ്മയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മദാമ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ ഒരാൾ തലയിൽ യൂറോപ്യൻ ക്ലോസറ്റുമായിട്ട് നടക്കുക. അപ്പോൾ അതൊരു വലിയ കാഴ്ച. ഞങ്ങളുടെ നാട്ടിലൊന്നും യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല, കക്കൂസ പോലും ഇല്ല. സാധാരണ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് തോടിൻ്റെ സൈഡിലും കുളത്തിൻ്റെ സൈഡിലുമൊക്കെയാണ്. അല്ലാതെ പിന്നെ സ്വല്പ സൗകര്യമുള്ള ആളുകൾക്ക് തോട്ടിലേക്ക് ഈ തെങ്ങും കുറ്റി നാട്ടി ഒന്ന് മറയുണ്ടാക്കും. ആ മറയിലിരുന്നിട്ടാണ് നമ്പർ 1 നമ്പർ 2 ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കുമ്പളങ്ങി കക്കൂസയില്ല. അങ്ങനെ ഒരു നാട്ടിലേക്കാണ് യൂറോപ്യൻ ക്ലോസറ്റുമായിട്ട് ഒരാൾ വരുന്നത്. അതൊരു വലിയ വാർത്തയായി, നാട്ടിൽ മുഴുവൻ വാർത്തയായി. ചോറുക്കുഞ്ഞേൻ്റെ മകൻ ഡോക്ടർ സേവ്യർ വന്നിരിക്കുന്നു, മദാമ്മ കൂടെയുണ്ട്, ഒരു കക്കൂസെ പോയാൽ ഞങ്ങളുടെ കുമ്പളങ്ങി ഭാഷ തൂറാൻ ഒരു യൂറോപ്യൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് വലിയ വാർത്തയായി. അതുപോലെ അത് കുമ്പളങ്ങിയിൽ ധാരാളം കയറ് പിരിയുണ്ട്. തേങ്ങ ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം. തേങ്ങ നിന്നാണ് ഞങ്ങൾ കൊപ്രയും ചകിരിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൊതിച്ച തേങ്ങയുടെ നിന്നും നമ്മൾ ഈ ചകിരി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ മൂടിയിടും, വെള്ളത്തിൽ മൂടിയിടും. അവിടെ നിന്ന് അത് ചതച്ച് അടിച്ച് ചകിരിയാക്കി അത് ആളുകളിങ്ങനെ ചുമന്നുകൊണ്ട് പോകും. ചകിരി ചുമന്നുകൊണ്ടും ചകിരിച്ചോറ് വേറെ ഇടും. അപ്പം അങ്ങനെ മദാമ്മ ഇങ്ങനെ നടക്കാനിടുമ്പോൾ ഒരാൾ ഒരു കെട്ട് ചകിരി പോകുന്നു, ആളെ കാണാനില്ല, ചകിരി അങ്ങ് പോവുക. അപ്പം മദാമ്മ പോയി ഇതിൻ്റെ അടിയിൽ കൂടി നോക്കുമ്പോൾ ഒരാളുടെ തല എവിടെയുണ്ട്. അതൊരു വലിയ വാർത്തയായി. മദാമ്മ ചകിരിക്കെട്ട് നോക്കാൻ വേണ്ടി വന്നു. മടൽ ചതച്ച് അടിച്ച് ചകിരി ഉണ്ടാക്കി ആ ചകിരി കൊണ്ടുപോകുമ്പോൾ അത് കാണാൻ വേണ്ടി മദാമ്മ വന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇവരെ കാണാൻ വേണ്ടി ഒരുവിധ ആളുകൾ വരുമായിരുന്നു. കാരണം കുമ്പളങ്ങിയിൽ അങ്ങനെ പ്രഗത്ഭരായ ഒരു ഡോക്ടർമാരിലെ ചെറിയ ആശുപത്രിയുള്ള പ്രൈമറി ആശുപത്രികളുണ്ട്. ഇവരെക്കുറിച്ച് വലിയ പേരായതുകൊണ്ട് വിദേശത്ത് പഠിച്ചു വരില്ല, അവരെ കാണാനൊക്കെ ആളുകൾ വരുമായിരുന്നു. അപ്പോൾ അന്ന് ഈ മദാമ്മ ഒരു വലിയൊരു വാർത്തയായി ആ കാലത്ത് കുമ്പളങ്ങിയിൽ നിറഞ്ഞ് നിന്നിരുന്നു. അതുപോലെ കുമ്പളങ്ങിയിൽ ഒത്തിരി ആളുകൾ വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം ചക്യാമറി അച്ഛൻ, മോൺസൺ ചക്യാമറി, ജോർജ് ചക്യാമറി, അത് അമേരിക്കയിൽ വരാപ്പുഴ രൂപതയിൽ പ്രതിനിധിയായിട്ട് പോയിരുന്നു. അപ്പോൾ വളരെ അധികം നാളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കുമ്പളങ്ങിയിൽ നിന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ നല്ല നിലയിൽ അവർക്കൊക്കെ ഒരു ജീവിതം കണ്ടെത്താൻ കഴിഞ്ഞു. അവരവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊണ്ടുപോയിരുന്നു. അതുപോലെയാണ് മറ്റ് ചില സുഹൃത്തുക്കൾ ഇതുപോലെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോവുകയും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കളായി ചില ആളുകൾ കുമ്പളങ്ങി വന്നപ്പോൾ ഒരു കാഴ്ച പിന്നീട് യൂറോപ്പിലൊരു വാർത്തയായി. അപ്പോൾ കുമ്പളങ്ങി വന്നപ്പോൾ അവരെന്താ കണ്ടത്? കുറേ ആളുകൾ പുറകോട്ട് നടക്കുന്നു. അപ്പോൾ ഇത് കണ്ട ആളുകൾ തിരിച്ച് യൂറോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ കുമ്പളങ്ങി എന്നൊരു ഗ്രാമമുണ്ട്, അവിടെ പ്രത്യേക മനുഷ്യരാണ്, അവർ പുറകോട്ടാണ് നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ കയറ് പിരിക്കലാണ്. ചകിരിയെടുത്ത് റാട്ടിൽ കൊളുത്തി ആളുകൾ പുറകോട്ടാണ് നടക്കുക.
അതാണ് ഇവരെ പുറകോട്ട് നടക്കുന്ന ജനങ്ങൾ എന്ന ഇത് വലിയ വാർത്തയായി യൂറോപ്പിലൊക്കെ അവരുടെ ഇൻ ഹൗസ് മാഗസിനുകളിൽ കൊടുക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ കുമ്പളങ്ങിക്കാർക്കെല്ലാം വലിയ ധാർമ്മിക ബോധമുള്ളവരാണ് എന്നൊരു വാർത്ത യൂറോപ്പിൽ വന്നു. എന്താ കാരണം? ഇവിടെ വന്നപ്പോൾ ഈ ആടുകൾക്കെല്ലാം മുലക്കച്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇത്രമാത്രം ധാർമ്മിക മൂല്യമല്ലതുകൊണ്ട് ആടിന് പോലും മുലക്കച്ച കിട്ടിയ ആളുകളാണ് കുമ്പളങ്ങിക്കാർ. ഞങ്ങൾ കുമ്പളങ്ങിക്കാർക്കറിയാം കുഞ്ഞുങ്ങൾ വന്ന് പാൽ കുടിക്കാതിരിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് ഈ മുലക്കച്ച. അപ്പം ഇങ്ങനെ കുമ്പളങ്ങിയുടെ വാർത്ത ആദ്യ കാലഘട്ടം മുതൽ തന്നെ പുറത്ത് വരാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ തന്നെ മോഡൽ ടൂറിസം വില്ലേജായി കുമ്പളങ്ങി വളർന്നിരിക്കുന്നു. 40ഓളം ഹോം സ്റ്റേകൾ ഇവിടെയുണ്ട്. രാകേഷ് ശർമ്മയെപ്പോലെ ബഹിരാകാശ സഞ്ചാരികൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മേനകാ ഗാന്ധി, BP സിംഗ്, ഇങ്ങനെ ഒത്തിരി ആളുകൾ കുമ്പളങ്ങിയിൽ വരികയും കുമ്പളങ്ങിയിലെ ജനജീവിതം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങിയുടെ ഒരു പഴയ ചരിത്രം, അതുപോലെ കുമ്പളങ്ങിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഞാൻ മനസ്സിലാക്കിയെടുത്തും ജസ്യൂട്ട് അച്ഛന്മാർ ഏതാണ്ട് 180 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ. അത് ഈ പ്രഗത്ഭരായ അധ്യാപകർ പ്രമിത്ര മാസ്റ്റർ, KT റോക്കി, ജോൺ സാറ് തൈക്കൂട്ടത്തിൽ, അന്ന ടീച്ചർ എടുത്ത് ഇങ്ങനെയുള്ള ഒത്തിരി പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ റെസിഡൻഷ്യൽ സ്കൂളായി തുറന്ന് ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇപ്പോൾ ചെല്ലാനം, കണ്ണമാലി, പള്ളുരുത്തി, പെരുമ്പടപ്പ്, ഇടക്കൊച്ചി തുടങ്ങി അരൂര്, ഇവിടെ നിന്നൊക്കെ ഡെയിലി കുമ്പളങ്ങിയിൽ വന്ന് പഠിച്ചു പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ SSLCക്ക് പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ കുമ്പളത്ത് നിന്ന് വരുന്ന പരമേശ്വരൻകുട്ടി, പത്മ എഴുപിന്നയിൽ നിന്ന് പത്മജ, ജയിക്കപ്പ് എഴുപിന്നിൽ നിന്ന്, ഞാൻ ഒത്തിരി പേര് അവരൊക്കെ അന്ന് നടന്നു വന്നാണ് പഠിക്കുന്നത്. അത് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിന് ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയേറെ വിദ്യാസമ്പന്നരായ ആളുകൾ കുമ്പളങ്ങിയിലുണ്ടായത്. അപ്പോൾ കുമ്പളങ്ങിയിലെ വിദ്യാസമ്പന്നരെക്കുറിച്ച് കൊർണേലിയസ് പിതാവ്, വരാപ്പുഴ ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് പിതാവ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പല പരിപാടികൾക്കും വരുന്ന ഒരു ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം വലിയ കവിയാണ്, സംഗീതജ്ഞനാണ്, നല്ല തമാശയുള്ള കഥകൾ പറയും. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം പള്ളി പെരുന്നാളിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കുമ്പളങ്ങിയിൽ അല്പം വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകളൊക്കെ അമേരിക്കയിൽ പോയി ഡോക്ടർമാരും എൻജിനീയർമാരുമൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു. തലയിലൊന്നുമില്ലാത്ത ആളുകൾ അച്ഛന്മാരും മെത്രാനും കന്യാസ്ത്രീമാരുമായി. അത് പറയാൻ കാരണം കൊച്ചി രൂപതയുടെ ആദ്യ തദ്ദേശമെത്താൻ അലക്സാണ്ടർ എഴുതെടുത്ത പിതാവ് കുമ്പളങ്ങിക്കാരനാണ്. അപ്പോൾ അതുകൂടി വെച്ചുകൊണ്ടാണ് പിതാവ് പറഞ്ഞ് ഈ തലയിലൊന്നുമില്ലാത്തവരൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീമാരുമായി. പിന്നെ പറഞ്ഞ് തട്ടിപ്പുമാരും കുറേ ആളുകൾ രാഷ്ട്രീയക്കാരായും. അത് എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ വെച്ച് പിതാവ് പറഞ്ഞത്. പക്ഷേ കുമ്പളങ്ങിയുടെ ചരിത്രത്തിൽ വലിയ സംഭാവന സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ നടന്നിട്ടുണ്ട്. കുമ്പളങ്ങിയുടെ മറ്റൊരു തമാശകൾ ആസ്വദിക്കുന്ന ആളുകളാണ്. ഉദാഹരണമായി ഈ പിതാവ് തന്നെ, കൊർണേലിയസ് പിതാവ് തന്നെ ഒരിക്കൽ കുമ്പളങ്ങി കടത്തകടയിൽ വന്നു. പള്ളിയിലെ പെരുമ്പടയിലേക്ക് പോകുമ്പോൾ കടത്തകടയെത്തി. അപ്പോൾ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിൻ്റെ പണി നടക്കുക. അപ്പോൾ പിതാവ് അവരോട് ഇതിങ്ങനെ പാലം പണിയ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം, ഇതിനുവേണ്ടി സമരം ചെയ്തപ്പോൾ ഒത്തിരി സമരങ്ങൾ ഈ പാലത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്, ധാരാളം സമരങ്ങൾ. അപ്പോൾ ഈ സമരം ചെയ്താരാ? അത് കുമ്പളങ്ങിക്കാർ. അപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞാലോ കുമ്പളങ്ങിക്കാർക്ക് പെരുമ്പടപ്പിൽ പോകാം. അപ്പോൾ ഇതിൻ്റെ ഗുണമാർക്കാ പെരുമ്പടപ്പുകാർക്ക്. അപ്പോൾ ഉടനെ ഒരു മുദ്രാവാക്യം ഉയർന്നു എന്നാണ് പിതാവ് പിന്നീട് ചില യോഗങ്ങളിൽ പറഞ്ഞു. ഉടനെ അവിടെ കൂടി മുദ്രാവാക്യം കുമ്പളങ്ങി പാലം കുമ്പളങ്ങിക്കാർക്ക്, രണ്ടറ്റവും കുമ്പളങ്ങിയിൽ. ഇതാണ് പിതാവ് പറഞ്ഞ ആ കഥ. ഇങ്ങനെയുള്ള ഒത്തിരി കഥകൾ, തമാശ പറയുന്ന ഒത്തിരി കഥകൾ കുമ്പളങ്ങിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകത്തിലൂടെ വന്നത്. അത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രഗത്ഭനായ പത്രപ്രവർത്തകരായ TV ഷണായി, KM റോയി, കുമ്പളങ്ങിക്കാരൻ തന്നെ NN സത്യവ്രതൻ എന്ന സുഹൃത്തുക്കളാണ് ഈ കഥകൾ എഴുതാൻ. ഇപ്പോൾ ഞാൻ കുമ്പളങ്ങി കഥകൾ എന്ന നിലയിൽ ഏതായാലും 12ഓളം പുസ്തകങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് പ്രേരകമായത് കുമ്പളങ്ങിയിലെ എൻ്റെ ജീവിതമാണ്. തീർച്ചയായും കുമ്പളങ്ങി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഗ്രാമമാണ്.